ഞങ്ങൾക്കൊന്നും പറയാല്ല. ഇതിന് വലിയ മഴയിൽ ഞങ്ങളെ കൂടെ ബാക്കിയുള്ള എല്ലാവരും പോയിട്ട് ഞങ്ങളിവിടുന്ന് വാടകയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല, ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല. എന്തിന് നിങ്ങൾ മാറ്റി പാർപ്പിക്കണ? സർക്കാർ കാണട്ടെ ഇത് ഞങ്ങളെ. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് 5 ആള് പോയി. നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി. ഇവരെന്താ പറഞ്ഞത്? തരില്ലെന്ന് പറഞ്ഞു സാറേ. ഇവർ തരില്ലെന്ന് പറയുന്നത്. നമ്മളെ തറവാട് പോയി, 5 ആള് പോയി, ഇന്നത് പോയി. ഒരു സംഭവത്തില്ല ഇവിടെ വേറിരിച്ചിട്ട് കാണണ്ടേ. 1 വർഷമായി എവിടെ പോകാനാ ഞങ്ങൾ ഇവിടെ ജീവിക്കണം. ഞങ്ങൾ യാഗം പറഞ്ഞില്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങള്. എന്നിട്ട് ഒരു 9,000 പോലും ഇല്ല. വേർതിരിക്ക എത്ര സ്ഥലത്ത് കയറണം? എവിടേക്ക് പോകാനാ? എവിടെ ഏതിലേക്ക് ഞങ്ങളെ മാറ്റിയവര്? ഇവിടെ ഞങ്ങൾ കിടന്ന് നരയിക്കാണ്. ഇവിടെ കാര്യം പറഞ്ഞിട്ട് ഒരു മഴ പെയ്താൽ ഞങ്ങൾക്ക് പേടിയാ. എവിടെ ഞങ്ങൾ മാറി ചെറിയ പിഞ്ചു മക്കളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ എന്ത് സ്ഥലത്തിലൂടെ ജീവിക്കുക? ഞങ്ങളിത് 4-8 എത്ര പ്രാവശ്യം സമരത്തിന് പോയെന്നറിയാം. കലക്ടറേറ്റില്, വില്ലേജില്, താലൂക്കില്. ഇനി ഞങ്ങൾ സമരത്തിന് പോകാൻ സ്ഥലമല്ല ഞങ്ങൾക്ക് എന്ത് സുരക്ഷ അവിടെ ഉള്ളത്? 300 രൂപ ഡെയിലി വേജസ് എന്നുള്ള ഞങ്ങളൊക്കെ നരയിച്ചടക്കില്ല. 3 ആള് പോയതാ, നമ്മൾ 3 ആള് മരിച്ചു പോയതാ. അത് ഒറ്റ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളത് പട്ടിണിയില്ല. ആ 300 രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു. അതുവരെ ഇല്ലാണ്ടാക്കി ഈ അധികാരി. കിട്ടുന്ന ഒരാൾ ബാക്കിയുണ്ട്, ഒരു മകൻ ബാക്കിയുണ്ട്. ഒരു മകൻ ബാക്കിയായി അതിൽ അവനക്ക് കിട്ടി. നമുക്ക് ജീവിക്കണ്ടേ? നമുക്കൊരു 300 രൂപ കിട്ടണ്ടേ? നിങ്ങൾ നോക്ക്, നാൽക്കാലികളെ കൊണ്ടുപോകുന്ന മാതിരി ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് ട്രാക്ടറിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. എത്ര മണിക്കൂറുകളായി മുണ്ടക്കയിൽ ഈ സമയം അവസ്ഥണ്ടായിട്ട് ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നത് 10 മിനിറ്റ് മുമ്പാ. നിങ്ങളെ ചാനലുകൾ ഇവിടുത്തെ എല്ലാവരും നാട്ടുകാരെല്ലാരും ഇവിടെ എത്തിയിട്ടും ഇപ്പോഴാണ് സർക്കാരിന്റെ സംവിധാനം ഭരണകൂടം ഇപ്പോഴാണ് ഒരു ഫയർഫോഴ്സ് പോലും കൊണ്ട് എത്തിക്കുന്നത്. ഇത്രയും വലിയ മഴ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടും ഇവിടെ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ പോലും ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ നാട്ടിലെ മനുഷ്യരോട് എന്ത് പ്രതിബദ്ധതയുള്ളത്?